നമസ്കാരം. ACV സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൺഡേ എത്തി, സ്വർണ്ണവർഷം എത്തി, പിന്നെ അങ്ങോട്ട് ചെറപ്പറ ഇനി കോൾസ് വരട്ടെ. കോൾസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ദേ ഈ കാണുന്ന നമ്പേഴ്സിൽ ഒരെണ്ണം നിങ്ങൾ പറയുന്നത് ഞാൻ തുറക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. അതാണ് നമ്മുടെ സ്വർണ്ണവർഷം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് പങ്കെടുക്കാവുന്ന ഒരു ഗെയിം ഷോയാണ്. സിമ്പിളാണ്. 11 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മാത്രം മതി. അത് തുറക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. ലക്കാണ് ഇതിൽ മെയിൻ സാറേ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ലക്ക് പരീക്ഷിക്കുക. എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല, പക്ഷേ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? ആർച്ച. ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എത്രാം ക്ലാസ്സിലാണ് ആർച്ച പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിലാണോ? അയ്യോ, 4ാം ക്ലാസ് ആണെന്ന് തോന്നില്ല കേട്ടോ. ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നല്ലോ. ആർച്ചക്കുട്ടി, സൺഡേ എന്താണ് പരിപാടി? സൺഡേ എന്താണ് ഇന്നത്തെ പരിപാടി? ഒരു പരിപാടിയില്ല. ട്യൂഷൻ ഉണ്ടോ ആർച്ചയ്ക്ക്? ഇല്ല. തനിയാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. കളിക്കാനൊക്കെ പോയോ? പോയോ? ആരുടെ കൂടെയാ കളിക്കുന്നേ? ബ്രദർ ഉണ്ട്. കുഞ്ഞു ബ്രദർ ആണോ വലിയ ബ്രദർ ആണോ? ട്വിൻസ് ആണ്. ഓക്കെ. അപ്പൊ ആർച്ചയുടെ ട്വിൻ ബ്രദറിന്റെ പേരെന്താണ്? ആരോമൽ. ആർച്ച ആരോമൽ മതിയല്ലോ അല്ലേ അവിടെ കളിക്കാൻ. നിങ്ങൾ വഴക്കുണ്ടോ? വഴക്കുണ്ട്. എന്തിനു വേണ്ടിട്ടാ വഴക്കുണ്ടാക്കുന്നേ? എന്തിനു വേണ്ടിട്ടാ വഴക്കുണ്ടാക്കുന്നേ ആർച്ച ആരോമലും? പേനയും പെൻസിലും ആണല്ലോ ഇഷ്യൂ. എന്റെ അമ്മോ, ഏറ്റവും ചെറിയൊരു കാര്യമാണ്. ഓക്കെ, ഏതാണ് മോളെ നമ്പർ? 29. 29 അല്ലേ? 29 ചൂസ് ചെയ്യാൻ എന്താ കാര്യം? 29 ഇഷ്ടമാണോ നമ്പർ? ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം. ആർച്ചക്കുട്ടിക്ക് സ്വർണമുണ്ടോ? അയ്യോ ഇല്ല, സോറി എന്ന് വിഷമിച്ചിങ്ങനെ ഇരുന്ന് പറയാട്ടോ. സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടുവേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. സാരമില്ല അല്ലേ? നമ്മുടെ ഫസ്റ്റ് കോളറാണ്, കുഞ്ഞു വാവയാണ്. കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ ഇനി ആർച്ച വിളിക്കണം കേട്ടോ. ഇതിൽ നിരുത്സാഹപ്പെടരുത്. ഓക്കെ, സോ യെസ്, നമ്മളുടെ ഫസ്റ്റ് കോളർ 29 പറഞ്ഞു. അതിലില്ലായിരുന്നു. ഒരൊറ്റ ബോക്സ് മാത്രമേ നമ്മൾ ഇതുവരെ തുറന്നിട്ടുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോയാലോ? ഹലോ. ഇതാരാണ്? ഹായ്. ഹായ്, നമസ്കാരം. ഇതാരാണ്? ഹായ്. ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ശ്രീവിദ്യ. വിദ്യ. ടിവിയിൽ ശ്രദ്ധിക്കല്ലേ, ഫോണിൽ തന്നെ നോക്കി കേട്ട് സംസാരിക്കണേ. കേട്ടോ? ഓക്കെ. ടിവിയുടെ വോളിയം ഒക്കെ കുറച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിദ്യ എവിടുന്നാ വിളിക്കുന്നേ? കുളത്തൂപ്പുഴ. എന്താ ചെയ്യുന്നേ? ജോലിയില്ല. ഓക്കെ, വീട്ടില് തന്നെയാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോളുണ്ട്. മോൾ എത്രാം ക്ലാസ്സിലാ? 1ാം ക്ലാസ്സില്. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 24. 24 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. സോ യെസ്, 24ൽ വിദ്യക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് വിദ്യ. ബൈ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു രീതിയുണ്ട്. അതായത് നിങ്ങൾക്ക് 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ പേര്, സ്ഥലം, നിങ്ങളുടെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കാം. പക്ഷേ ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഇതിലോട്ട് കോൾ ചെയ്യരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമില്ല, നിങ്ങളുടെ സമയം വേസ്റ്റ്. നമുക്ക് ആ വാട്സപ്പിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കാനേ പാടില്ല, വാട്സപ്പിൽ അയക്കാൻ മാത്രമേ പാടുള്ളൂ. 8086011443 എന്ന നമ്പറിൽ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ജയചന്ദ്രൻ, പാലക്കാട് നിന്ന്. സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? ഇന്ന് നമ്പർ 46. 46 പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണമില്ല, അങ്ങനെ പറഞ്ഞു മാത്രമേ. കണ്ടു ഇഷ്ടപ്പെട്ടു ഇന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം 46 ഗോൾഡ് ഉണ്ടോന്നേ.
ഓക്കെ നോക്കട്ടെ. ജയചന്ദ്രൻ ചേട്ടന് 46 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അടുത്ത തവണ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനിയും വിളിക്കണം. ബൈ. സോ യെസ്, അങ്ങനെ 46ഉം ക്ലോസ് ആയി. നമ്മൾ നോക്കുമ്പോൾ 24 പോയി, 29 പോയി, 46 പോയി. ഇനി നെക്സ്റ്റ് ഏത് നമ്പർ ആണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കോളറിലോട്ട് കിടക്കാം. ഹലോ ഹലോ, ആരാണിത്? എന്റെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് അല്ലേ? സന്തോഷ് ആദ്യം ചെയ്യേണ്ടത് ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണം. വൈക്കത്തുനിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സന്തോഷ്? വീട്ടില് ചേട്ടൻ, ചേച്ചി, അച്ഛനമ്മ, 2 പിള്ളേര്. എല്ലാരും ഉണ്ട് അല്ലേ? ചേട്ടനും ചേച്ചിയും അച്ഛനമ്മയും 2 പിള്ളേരും ഒക്കെ ഉണ്ട്. ആ ഓക്കെ. ചേട്ടന് സ്വന്തം ബ്രദറും സിസ്റ്ററും ഒക്കെ ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നേ സന്തോഷ്? ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. സോ യെസ്, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തേ? 28 അല്ലേ? 28. ഓക്കെ നോക്കാം. നമ്മൾ 20 ആണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് തോന്നുന്നു. എല്ലാവരും ആ നമ്പർ പിടിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് നോക്കാം 28ൽ ഗോൾഡ് ഉണ്ടോന്ന്. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. ഓക്കെ താങ്ക് യു. ബൈ. സോ നമ്മുടെ 20 ആ ഒരു റോയിൽ തന്നെ 3 എണ്ണം പോയി. 24 പോയി, 28 പോയി, 29 പോയി. പക്ഷെ ഇതുവരെ നമുക്ക് ഗോൾഡ് ഏതിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗോൾഡ് ഒറ്റ ഗോൾഡ് കോയിൻ അല്ല, മൾട്ടിപ്പിൾ ബോക്സുകളിൽ ഗോൾഡ് കോയിൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടുന്നവരെ കോൾ കണക്റ്റ് ആവുന്നവരെ വിളിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ നമസ്കാരം. ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് തലക്കോട്ടുകരയിൽ നിന്ന് ഗിരിജ, കേച്ചേരി, തൃശ്ശൂർ ജില്ലയിലെ. ഗിരിജ അല്ലേ? ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഒരു 4 മാസം മുന്നായിട്ട് വിളിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും സ്വർണം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഏതാണ് നമ്പർ? ഇന്ന് 47. എന്താ ചെയ്യുന്ന ചേച്ചി? ഗിരിജ ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാന് തൊഴിലുറപ്പിന്റെ പണിക്ക് പോണ ആളാണ്. ആണ്. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ചേച്ചി? വീട്ടില് ഇപ്പൊ ഞാനും എന്റെ ഭർത്താവും ഉണ്ട്, എന്റെ ചെറിയമ്മയുണ്ട്. ചെറിയമ്മയുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. സോ യെസ്, ഏതായിരുന്നു? 47 ആണ് നമ്പർ. നമുക്ക് തുറന്നു നോക്കാം അതിൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ നോക്കട്ടെ 47 ഓപ്പൺ ആക്കുമ്പോ അയ്യോ ഇല്ല കേട്ടോ ചേച്ചി, ഇല്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് വിചാരിക്കാം കേട്ടോ. താങ്ക് യു. ടാറ്റാ. അപ്പോൾ ചേച്ചിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 പേര് വിളിച്ചു, 5 പേർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഇനി എന്തുമാത്രം ബോക്സുകളല്ലേ ഓപ്പൺ ആക്കാനുള്ളത്. അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാട് തന്നെയാണ്. പിന്നെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പോലെ ഓരോ എപ്പിസോഡ് ഓരോ രീതിയാണ് അല്ലേ? അപ്പോൾ ഈ എപ്പിസോഡിൽ എപ്പോഴാണ് ഫസ്റ്റ് വിന്നർ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ. ഹായ്, ഇതാരാണ്? കോട്ടയത്ത് നിന്ന് ശ്രീജയാണ് സംസാരിക്കുന്നത്. ശ്രീജ. ഓക്കെ, ശ്രീജ എവിടെന്നാ വിളിക്കുന്നേ? അതെ, കോട്ടയം. കോട്ടയത്ത് നിന്നാണ്. ഓ ശരിയാണ്, കോട്ടയത്ത് നിന്നാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അമ്മയും ഹസ്ബൻഡും. എന്താ ചെയ്യുന്നത് ശ്രീജ? ഞാനൊരു കമ്പ്യൂട്ടർ ഫാക്കൽറ്റി ആണ്. കമ്പ്യൂട്ടർ ഫാക്കൽറ്റി ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഏത് എത്ര ക്ലാസ് ജോലി? എന്തോ? ഏറ്റുമാനൂരിലാണ് ജോലി. ഏറ്റുമാനൂർ. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്? 26 അല്ലേ? നോക്കിക്കളയാം 26ല് ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ നോക്കാം 26ൽ ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. അയ്യോ ഇല്ല, സോറി എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഇനിയും ശ്രമിക്കാം. അതെ, ഇനിയും ശ്രമിക്കണം. ടാറ്റാ, ബൈ. അപ്പോൾ നോക്കുമ്പോൾ അതെ 20 റോയിൽ വീണ്ടും ഒരെണ്ണം കൂടി പോയിട്ടുണ്ട്. അതാണ് 26ലും ഗോൾഡ് ഇല്ലായിരുന്നു. എന്തായാലും ഈ ഇരിക്കുന്ന നമ്പറുകളിൽ എവിടേക്കോ ഗോൾഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ടാസ്ക്. ലക്ക് നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമുക്കൊരു മനസ്സിൽ ചില നമ്പേഴ്സിൽ തോന്നും അതിലുണ്ടാവാം, അതിലില്ലായിരിക്കാം എന്നൊക്കെ തോന്നും. ആ തോന്നലങ്ങ് മുറുകെ പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രം മതി, ചിലപ്പോൾ സ്വർണം കിട്ടിയെന്ന് വരും. എന്തായാലും നമ്മുടെ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ
ഹലോ ഹായ് ഇതാരാണ്? ലത 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 ലത. ECV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത് ചേച്ചി? ഇപ്പൊ വീട്ടമ്മയാണ്, അമ്മുമ്മയാണ്. അമ്മുമ്മയാണ്. ആരൊക്കെ ഉള്ളത് വീട്ടില്? 2 പെൺമക്കള് ആണ്, 2 കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുടെ കൂടെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. പെൺമക്കൊക്കെ മക്കളൊക്കെ ഉണ്ടോ? മൂത്ത ആൾക്ക് 2 ആൺകുട്ടികള്, ഇളയാൾക്ക് ഒരു മോള്. എല്ലാരും ദൂരെയാണോ? ഇല്ല, അവര് ജോലി സ്ഥലത്താണ്. ആലപ്പുഴ തന്നെയാണോ? ഞാൻ ആലപ്പുഴയില്, അവര് പുറത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ എപ്പോഴാ വരാറ് വീട്ടിലൊക്കെ? അവര് കഴിഞ്ഞ മാർച്ചിൽ വന്നായിരുന്നു. ഇനിയിപ്പോ അടുത്ത വർഷം ഡിസംബറിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക. ആണല്ലേ? രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണോ പുറത്ത്? അതെ, ഒരേ സ്ഥലത്താ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉടൻ തന്നെ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ? 68. 68. നമുക്ക് തുറന്നു നോക്കാം. 68ല് ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോന്ന് നോക്കട്ടെ. 68 ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് വിചാരിക്കാം. താങ്ക്സ് ഫോർ കോളിംഗ് ചേച്ചി. ബൈ. താങ്ക് യു. ബൈ. ഇപ്പൊ ചേച്ചിക്കും കിട്ടിയിട്ടില്ല സ്വർണം. കുറച്ച് ബോക്സുകളെ നമ്മൾ തുറന്നിട്ടുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഗോൾഡ് കിട്ടാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. ഓരോ എപ്പിസോഡ് പല രീതിയിലാണ്. ചിലപ്പോൾ ആദ്യത്തെ കോളിൽ തന്നെ കിട്ടിയെന്ന് വരും, അല്ലെങ്കിൽ സെക്കൻഡ് കോളിൽ തന്നെ ഒരാൾക്ക് കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ഒരു നടുക്കൊക്കെ ആകുമ്പോഴായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ്. ചില ദിവസങ്ങളിൽ കോളിൽ കിട്ടാതെ വാട്സപ്പ് വിൻഡോസിനെ ഫുള്ളും നമുക്ക് എടുക്കേണ്ടി വന്നിട്ട് ഉള്ള ദിവസങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ വിന്നേഴ്സിന് വേണ്ടിയിട്ട്. എന്തായാലും അടുത്ത കോളിലോട്ട് പോകാം. ഹലോ. ഹായ്, ഇതാരാണ്? സിദ്ധാർത്ഥൻ അല്ലേ? സിദ്ധു എന്നാണോ വീട്ടിൽ വിളിക്കുന്നത് സിദ്ധാർത്ഥനെ? കൊട്ടാരക്കരയെന്നാണ്. ഞാൻ ചോദിക്കുന്ന ഒന്നും കേൾക്കുന്നില്ല. സിദ്ധു എന്നാണോ വിളിക്കുന്നത് സിദ്ധാർത്ഥനെ? സിദ്ധു എന്നാണ് വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ ബേബി? 3ാം ക്ലാസ്സിലാണ്. ഓക്കെ. സിദ്ധുവിന്റെ സൗണ്ട് കേട്ടാൽ നല്ല പാട്ടൊക്കെ പാടുന്ന സൗണ്ട് പോലും ഉണ്ട്. പാടുവോ ബേബി? അപ്പൊ നമുക്കൊരു പാട്ട് പാടിത്തരുമോ? ഓക്കെ ഓക്കെ, പാടിക്കോ. അന്നല്ലറി വിളിച്ച പൊരുത്തനിമില്ലെന്ന് അറിഞ്ഞപ്പോ ഞാൻ മിണ്ടാണ്ടായി. നല്ലൊരു നാളായി കാത്തിരുന്നപ്പോ ഇന്നത്തെ ദിവസം കാണാണ്ടായി. വല്ല പനിമന്ത് വീട്ടിൽ കാണുമ്പോ ഞാനങ്ങ് വല്ലാണ്ടായി. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനമാണെങ്കില് അരുത് ശക്തൻ എന്നാണ് സത്തൻ എന്നാണ് സങ്കടം എനിക്കില്ല. പുഴുത്ത ചക്ക വീണപ്പോ ചക്ക മുയ്യന് കൊമ്പുകൾ എനിക്കില്ല. ഈ കിട്ട തടിയെ കത്തിക്കേറിൽ പൊട്ടിക്കരയില്ല. ഞാനെങ്കിൽ മരിച്ചു മണ്ണടിഞ്ഞവനെ ഹരിച്ച് കഴിച്ച് കുളിച്ച് വന്നിട്ട് കണക്കുകളൊക്കെ തിരക്കുന്നില്ലോളം മരിച്ചു മണ്ണടിഞ്ഞവനെ ഹരിച്ച് കഴിച്ച് കുളിച്ച്. എന്റെ ദൈവമേ, റാപ്പറിനെ ആണോ ഞാൻ വിളിച്ചത്? എന്താ റാപ്പറാണോ വിളിച്ചത്? റാപ്പർ സിദ്ധു. ഇതെങ്ങനെയാ ഇതൊക്കെ പഠിച്ചെടുക്കുന്ന ഈ വേർഡ്സ് ഒക്കെ മറക്കാതെ? ഈ വേർഡ്സ് ഒക്കെ ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പാടിയപ്പോ അടുപ്പിച്ച്. ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നേ? പാടി പാടി പഠിക്കുമല്ലേ? അടിപൊളി, കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അടിപൊളി. എല്ലാവർക്കും ഒന്നും ഇതുപോലെ റാപ്പർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വേർഡ്സ് വെച്ച് പാടാൻ പറ്റില്ല. അപ്പൊ അത് ഒരു അടിപൊളി ടാലന്റ് ആണ്. അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണേ. അടിപൊളിയായിരുന്നു സിദ്ധു, പൊളിച്ചു, അടിപൊളി. ഓക്കെ. ഏതാണ് നമ്പർ സിദ്ധു സെലക്ട് ചെയ്തത്? 55. 55. ഓക്കെ. 55ല് ഗോൾഡ് ഉണ്ടോ സിദ്ധു കുട്ടൻ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ. 55 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ സിദ്ധുക്കുട്ടാ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് വിചാരിക്കാട്ടോ. ഓക്കെ, ടാറ്റാ. അപ്പൊ സിദ്ധുക്കുട്ടന് കിട്ടിയിട്ടില്ല. പക്ഷെ സിദ്ധുക്കുട്ടന്റെ പാട്ട് എൻ്റെ അമ്മോ, ഞാനങ്ങ് എന്താ പറയാ, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഇനിയും അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ചില കുട്ടികൾ അത് പിന്നെ അങ്ങ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തു എന്ന് വരില്ല. പക്ഷെ പേരൻസ് ഒക്കെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ടാലന്റ് ആണ് സിദ്ധുക്കുട്ടന്റെ. എന്തായാലും നമ്മുടെ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? എന്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ, എവിടെന്നാ വിളിക്കുന്നേ? കുടപ്പനക്കുന്നിന്ന്. ഓക്കെ. എന്താ ചെയ്യുന്നേ? ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ല സുരേഷ് കുമാർ അല്ലേ? ഇടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു. കിട്ടിയായിരുന്നു. സ്വർണം കിട്ടിയായിരുന്നോ? ഇല്ലായിരുന്നു. കോള് കണക്ട് ആയിരുന്നു അല്ലേ? ഇന്ന് ഏതാണ് നമ്പർ ചേട്ടാ എടുത്തിരിക്കുന്നത്?
55. 55. 55 ഓൾറെഡി പോയല്ലോ. ഇപ്പൊ തൊട്ട് മുന്നേ പോയതേ ഉള്ളൂ 55. അതിൽ ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പൊ ചേട്ടൻ ഒരു ചാൻസ് കൂടെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ് നമ്പർ? 56. 56. 55 ഇല്ലെങ്കിൽ 56 എടുക്കാമെന്നാണ് ചേട്ടൻ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം 56ൽ ഗോൾഡ് ഉണ്ടോ. അയ്യോ ഇല്ല, ഇല്ല കേട്ടോ. ഓക്കെ സാരമില്ല. താങ്ക് യു, ബൈ. ഓക്കെ, അങ്ങനെ 55ൽ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ 56 എടുത്തു. പക്ഷെ 56ലും ഇല്ല. എങ്ങനെയാണല്ലേ, ഏതിലാണ് ഇരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അത് നമ്മുടെ ആ ഒരു സമയത്തെ ആ ഒരു ഇൻറ്റ്യൂഷനും അല്ലേ, എല്ലാ ലക്കും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ആ കറക്റ്റ് കോളറിന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പിന്നെ ഒറ്റ ഒരു കോളറിന് മാത്രമല്ല കേട്ടോ, മൾട്ടിപ്പിൾ ബോക്സുകളിൽ ഗോൾഡ് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുക. പിന്നെ വിളിച്ച് കിട്ടാത്തവരും എല്ലാവരും ചെയ്യേണ്ട വാട്സപ്പിലും കൂടെ മെസ്സേജ് ആയിട്ട് അയക്കുക കേട്ടോ, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്. ഇത് ആരാണ്? ആരാണ്? രേണു. രേണു എവിടുന്നാ വിളിക്കുന്നത്? രേണു ആലപ്പുഴന്ന്. ഓക്കെ, പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിച്ചു? ഉണ്ട്. വേണുഗോപാൽ ചേട്ടനും ശ്രീരഞ്ജനി ചേച്ചിയും അവരുടെ മോളാ. എനിക്ക് തോന്നി, ആ ശബ്ദം കേട്ടപ്പോ തോന്നി. എനിക്ക് ആ ഒരു വൈബ് ഉണ്ടല്ലോ, എനിക്ക് കേട്ടപ്പോഴേ തോന്നി. അതായത് സ്ഥലം എവിടെയാ? ആലപ്പുഴ. ഓക്കെ, അപ്പൊ നാട്ടില് എത്തി അല്ലേ? വീട്ടിലുണ്ട്. മോന്റെ അഡ്മിഷന് വേണ്ടി വന്നു എന്ന് പറഞ്ഞു അല്ലേ? ഓ കറക്റ്റ്, ഇത്രയൊക്കെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും സംസാരിക്കുന്നതല്ലേ. ഓക്കെ, എല്ലാം സെറ്റ് ആയോ? അഡ്മിഷൻ ഒക്കെ സെറ്റ് ആയോ? കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് ഇലക്ട്രോണിക്സ്. അടിപൊളി. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. ഓക്കെ, നമ്പർ ഏതെങ്കിലും സെലക്ട് ചെയ്തോ രേണു? 66 അല്ലേ? ഓക്കെ, 66 നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, 66 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ രേണു. സാരമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് രേണു. ഓക്കെ, ബൈ. ഓക്കെ, യെസ്, അതാണ് ചില നമ്മുടെ ലിസണേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എല്ലാവരെയും പറ്റി അറിയാം അവിടെ അല്ലേ, നമുക്ക് അറിയാവുന്നുള്ളൊരു ഫാമിലി പോലെ ആയി മാറും എന്നുള്ളതാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അവർ. സോ യെസ്, ഇതുപോലെ വീണ്ടും ട്രൈ ചെയ്യുക. ഇടയ്ക്ക് കിട്ടില്ല, ഇടയ്ക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാനുള്ളൊരു അവസരം കൂടെയുണ്ട്. 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ആ നമ്പറിലോട്ട് കോൾ ചെയ്യാനേ പാടില്ല. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ഹലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താണ് ചേട്ടാ പേര്? കൃഷ്ണൻകുട്ടി. ഓക്കെ, ചേട്ടാ എവിടുന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിങ്കര. ഓക്കെ, ചേട്ടാ നമ്പർ സെലക്ട് ചെയ്തോ? 57. 57 അല്ലേ? ഓക്കെ, 57ന് നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കിക്കളയാം. ഓക്കെ, കൃഷ്ണൻകുട്ടി ചേട്ടന് 57ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ബോക്സ് തുറക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ ചേട്ടാ. സാരമില്ല, നെക്സ്റ്റ് ടൈം. ശരി ചേട്ടാ, ശരി. ഓക്കെ, ചേട്ടന് അപ്പോൾ കിട്ടിയിട്ടില്ല. 57ലും ഗോൾഡ് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ബോക്സസ് നമ്മൾ തുറന്നു കഴിഞ്ഞു. 11 ബോക്സസിലും ഗോൾഡ് ഇല്ലായിരുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഏതാണ് നമ്പർ പറയുന്നതെന്ന് നോക്കാം. ഹലോ. ഹായ്. ഇതാരാണ്? ആതിര. ഓക്കെ, ആതിര എവിടെന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രം. എന്താ ചെയ്യുന്ന ആതിര? ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? 42 ആണ് ഞാൻ സെലക്ട് ചെയ്തിരുന്ന നമ്പർ 42 ആണ് ഫിക്സ്. ഇനി പറയൂ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും 2 മക്കളും. അവിടെ ബഹളം വെക്കുന്ന ആരാണ്? ട്വിൻസ് ആണ്, 2 പേരാണ്, ഒരു മോളും ഒരു മോനും. എന്തോ? മോളാണ് ബഹളം വെക്കുന്നത്. നേരത്തെ വിളിച്ച ഒരു മോള് വിളിച്ചായിരുന്നു, ആരോമലും അവരല്ലല്ലോ അല്ലേ? ഓക്കെ. ആതിര, അപ്പൊ 42 അല്ലേ നമ്പർ സെലക്ട് ചെയ്തേ? ഓക്കെ, നമുക്ക് നോക്കിക്കളയാം. 42
42-ൽ ഗോൾഡ് ഉണ്ടോ ആതിരയ്ക്ക്? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് വിചാരിക്കാം. ഇനിയും വിളിക്കണം. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ആതിരയ്ക്കും കറക്റ്റായിട്ട് നമ്പർ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഇനി ഓപ്പൺ ആക്കാറുണ്ട്. ചില റോസ് ഒന്നും ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ ആ ബോക്സുകളിലൊക്കെയാണോ ഇനി ഉള്ളതെന്നും അറിയില്ല. പിന്നെ ഞാൻ പറയുന്ന കേട്ടൊന്നും ആരും ഓപ്പൺ ചെയ്തത് കാര്യം എനിക്ക് ഒരു ക്ലൂ ഇല്ല. ഇത് എൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല, ഞാൻ ക്ലൂ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട്. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ ചൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ബർത്ത്ഡേ ആ ഒരു ഡേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ആനിവേഴ്സറി ഡേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ലക്ക് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിന്റെ ലക്ക് ഒന്ന് നോക്കിക്കളയാം അല്ലേ? ഹലോ ഹായ്, ഇതാരാണ്? ബാബു കെ ജി. ബാബു പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? വീട്ടിലെ ഭാര്യ, ഞാൻ, അമ്മ. ഓക്കെ ഏട്ടാ, ഏതാണ് നമ്പർ? 49. ഓക്കെ, 49-ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. 49 തുറക്കുമ്പോൾ ബാബു ചേട്ടന് അയ്യോ ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ, ബൈ. ഓക്കെ, സോ നമ്മുടെ വിന്നറിനെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വിന്നർ ഇങ്ങനെ ആ ഒരു കോൾ ഇങ്ങനെ മാറ്റി ആ വിന്നർ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരാ വിളിക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കാം ഇന്നത്തെ ദിവസത്തെ വിന്നർ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കറിയാം പലരും ഇങ്ങനെ കണ്ടിട്ട് വിളിക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ വിചാരിക്കരുത്, ജസ്റ്റ് എ കോൾ അവേ ആണ് ചിലപ്പോൾ നിങ്ങളുടെ സ്വർണം. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ, ACB സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ടിവിയിൽ ശ്രദ്ധിച്ചിരിക്കുക അല്ലേ? ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. ഇത് ആരാണ്? സിന്ധു. എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങള് കുട്ടികളോട് ആലപ്പുഴയിൽ നിന്നാണ്. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് കോളേഴ്സ് ഉണ്ട്. ഓക്കെ, സിന്ധുവിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ്, 5 പിള്ളേര്. എത്ര പിള്ളേര്? ഹസ്ബൻഡ് 5 പിള്ളേരുണ്ട്. 5 പിള്ളേരുണ്ട്. ഓക്കെ, 5 പേരുടെ പേരൊക്കെ എന്തൊക്കെയാ? ഒരാള് ആൻസൺ, ഒരാള് ആൻസി, ഒരാള് ആൽബി, ഒരാള് ആൻഡ്രൂ, ഒരാള് ആഗ്നസ്. ഓ അടിപൊളി. 5 പേരും വീട്ടിൽ ഉണ്ടോ? ഉണ്ട്. സ്കൂൾ പഠിക്കാണോ? വലിയ പിള്ളേരാണോ? ഒരാള് PGക്ക് പഠിക്കാണ്, ഒരാള് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക്. ഏറ്റവും ഇളയാൾ എത്രയാണ്? അയാൾ 5 പഠിക്കുന്നു. ഓക്കെ, അടിപൊളി. ഏതാണ് നമ്പർ ചേച്ചി? 27 അല്ലേ? ഓക്കെ, 27-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ആരായാലും കണ്ടാൽ ചൂസ് ചെയ്യണമെന്ന് തോന്നും. കാര്യം 2 സൈഡിലും പോയിട്ടുണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. 27-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ ചേച്ചി, ഇല്ല. ഓക്കെ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടാൻ പ്രാർത്ഥിക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്, ബൈ. സോ യെസ്, അപ്പോൾ ചേച്ചിക്കും കിട്ടിയിട്ടില്ല, സിന്ധു ചേച്ചിക്കും കിട്ടിയിട്ടില്ല. കുറേ നമ്പേഴ്സ് ഇനിയും ഓപ്പൺ ആക്കാനുണ്ട്. അപ്പോൾ ഓപ്പൺ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിളിച്ച് ഓപ്പൺ ആക്കി സ്വർണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇന്നത്തെ ലക്ക് പരീക്ഷിക്കാനും കൂടിയാണ് നിങ്ങളോട് വിളിക്കാൻ പറയുന്നത്. വളരെ ഈസി ആയിട്ട് ചുമ്മാ നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടുന്ന ഒരു ചാൻസാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ കോളൊക്കെ ഇങ്ങനെ വിളിക്കണോ എന്നൊക്കെ തോന്നും. നമുക്ക് കൂടുതലും സ്ക്രോൾ ചെയ്യാനായിരുന്നു ഇഷ്ടം. TV കണ്ടുകൊണ്ടിരിക്കും, പക്ഷേ കൂട്ടത്തിൽ നമുക്ക് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ അത് നിർത്തിയിട്ട് വിളിക്കാനൊരു മടിയാണ്. പക്ഷേ ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ടല്ലേ, ഒരു 2 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വിളിക്കാനും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. കാര്യം ഗോൾഡാണ് നമ്മുടെ സമ്മാനം. ഗോൾഡിൻ്റെ ഇന്നത്തെ കാലത്തെ ഡിമാൻഡ് എന്താണെന്ന് അറിയാമല്ലോ. അപ്പം നല്ല വർത്ത് ഇറ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ആരാണിത്? ദേവിക. എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. എന്താ ചെയ്യുന്ന ചേച്ചി? വർക്ക് ചെയ്യുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികളുണ്ട്.
ഉണ്ട്. എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഭയങ്കര പതുക്കെയാണ് ചേച്ചി സംസാരിക്കുന്നത്, സോഫ്റ്റ് ആയിട്ട്. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 18. 18. ഓക്കെ, 18 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 18 ഗോൾഡ് ഉണ്ടോ? 18 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സാരമില്ല കേട്ടോ, സ്വർണ്ണം ഇല്ല. അടുത്ത തവണ കിട്ടട്ടെ. ഓക്കെ, ടാറ്റാ. സോ ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റ് വിന്നറിന് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. അതൊരു ഭയങ്കര വിഷമമാണ് അല്ലേ, ഇങ്ങനെ ഫസ്റ്റ് വിന്നർ ഇങ്ങനെ നീണ്ട് പോകുമ്പോൾ. പക്ഷെ ചില എപ്പിസോഡിൽ ആദ്യമേ കിട്ടും, അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരാൾ ആയല്ലോ, ഇനിയിപ്പോൾ ബാക്കി വിന്നേഴ്സിനെ ഇനി കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള ഫീലാണ്. പക്ഷെ ഫസ്റ്റ് വിന്നറിന് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്തായാലും കുറച്ച് നമ്പേഴ്സ് നമ്മൾ ബോക്സ് ചെയ്തു. എന്തായാലും ആ ഒരു ഫസ്റ്റ് ലക്കി വിന്നർ ഇതുവരെ വിളിച്ചിട്ടില്ല, അതാണ് കാര്യം. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളർ ആണോ ആ ലക്കി വിന്നർ എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ആരാണിത്? നിതീഷാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് നിതീഷ്? ഞാന് കായംകുളം. കായംകുളം. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാന് പ്രൊഫഷണലാണ്, ടാക്സ് കൺസൾട്ടന്റ് ആണ്. ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, വൈഫ്, കുഞ്ഞ്, എല്ലാരും ഉണ്ട്. കുഞ്ഞ് എത്രയായി? എല്ലാരും ഉണ്ട്. കുഞ്ഞ് ഹലോ, കുഞ്ഞ് എത്രയായി? 3 മാസം. 3 മാസമായിട്ടുള്ളൂ. ഓക്കെ, എന്താണ് പേര് കുഞ്ഞു വാവയുടെ? നവമി. നവനീത് അല്ലേ? നവമി. ഓക്കെ, നവമി. ഓക്കെ. ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്പർ 31. 31. ഓക്കെ, നമുക്ക് നോക്കാം 31-ൽ ഗോൾഡ് ഉണ്ടോന്ന്. ലെറ്റ്സ് സീ. ഓക്കെ, നോക്കട്ടെ. 31 തുറക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് വിചാരിക്കാം. ഓക്കെ, ബൈ. സോ യെസ്, 31-ൽ ഗോൾഡ് ഇല്ല. വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. വാട്സപ്പിൽ അയക്കാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ വാട്സപ്പിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് തവണ അയക്കുള്ളൂ, ഒരൊറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ഒരുപാട് തവണ അയച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ആയി പോവും എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ തവണ മാത്രം അയക്കുക, ഒരു നമ്പർ അയക്കുക. പിന്നെ ലാസ്റ്റിലോട്ട് അയക്കാൻ വേണ്ടി ഇരിക്കരുത്. കാര്യം ആദ്യം അയക്കുന്നവരനുസരിച്ചാണ് വാട്സപ്പിലും വിന്നേഴ്സിനെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഹലോ, ഞാൻ ബിനുമോൻ, എസംപുരം, കൊടുങ്ങല്ലൂര്. ബിനുമോൻ അല്ലേ? അതെ. എവിടെയായിരുന്നു സ്ഥലം? കൊടുങ്ങല്ലൂർ, എസംപുരം. കൊടുങ്ങല്ലൂർ. ഓക്കെ, എന്താ ചെയ്യുന്ന ബിനു? ഹലോ, ബിനു എന്താ ചെയ്യുന്നേ? എനിക്ക് മേസം വർക്കാണ്. ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 22. 22-22-22-22-ലെങ്കിലും ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കളയാം. 22 ആണോ ഇന്നത്തെ ആ ലക്കി നമ്പർ? അല്ല, സോറി കേട്ടോ, ഇല്ല. ഓക്കെ, താങ്ക് യു, ബൈ. സോ എന്തായാലും ഇത്രയും നേരം നോക്കിയിട്ട് നമുക്ക് ഒരു വിന്നറിനെ പോലും കിട്ടിയിട്ടില്ല. ഇനിയാണ് വിന്നേഴ്സിനെ കിട്ടേണ്ടത്. അപ്പോൾ ഇനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവർഷത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ ഏതോ വാൻമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പാട്ടിൻ്റെ ഒരു ലഘു വീഡിയോ 8086011443 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്കും പാടാൻ അവസരമൊരുങ്ങും സിംഗിങ് സ്റ്റാർസിൽ. സിംഗിങ് സ്റ്റാർസ് കാണുക എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം ACVയിൽ.
വെൽക്കം ബാക്ക് ടു ACV സ്വർണ്ണവർഷം. അപ്പോൾ ACV സ്വർണ്ണവർഷത്തിൽ നമ്മൾ കുറേ നമ്പേഴ്സ് നമ്മുടെ കോളേഴ്സ് വിളിച്ച് ഓപ്പൺ ചെയ്യിപ്പിച്ചു. അതിലൊന്നും നമ്മൾ സ്വർണം കണ്ടെത്തിയില്ല. അപ്പോൾ ഇനിയുള്ള കോളേഴ്സിനാണ് സ്വർണം കിട്ടാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ബ്രേക്കിന് ശേഷമുള്ള ഫസ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? സുന്ദരേശ്വരൻ അല്ലേ? വെങ്കടേശ്വരൻ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളിച്ചിട്ടുള്ള ചേട്ടനല്ലേ? ഓർക്കുന്നു. സുഖമായിട്ടിരിക്കുന്നോ ചേട്ടൻ? സുഖമാണോ ചേട്ടാ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല അല്ലേ? ഇത്തവണ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ചേട്ടാ ഏത് നമ്പറാ സെലക്ട് ചെയ്തേ? 70 ലാസ്റ്റ് നമ്പർ ആണ് ചേട്ടൻ പറയുന്നത്. 70. ഓക്കെ നോക്കാം നമുക്ക് 70 ഗോൾഡ് ഉണ്ടോന്ന് നോക്കിക്കളയാം. ഇത് തുറക്കാൻ പോവാണ്. 70 തുറക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ ശരി ചേട്ടാ, ബൈ. ഓക്കെ, ചേട്ടൻ ഭയങ്കര സ്മാർട്ടാണ്. ചേട്ടൻ വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ, എന്തായാലും 70 ഗോൾഡ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് വിചാരിക്കാം ചേട്ടാ. സോ ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു, ഈ ആഴ്ചയും വിളിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ഇങ്ങനെ വിളിക്കുമ്പോൾ എന്തായാലും ഒരു ദിവസം കിട്ടാതിരിക്കില്ല. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? വിനയ്. എവിടുന്നാ വിളിക്കുന്നേ? ബിനോയ് ആണല്ലേ? ബിനോയ് എവിടുന്നാ? കോട്ടയം. വീട്ടിലാരൊക്കെ ഉള്ളത്? ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ ഡ്രൈവറാണ്. ഓക്കെ, കൊച്ച് എത്രയായി? 18 വയസ്സുണ്ട്. ഞാൻ അത്രേ ഉള്ളൂ. ഒരു മോനെ ഉള്ളൂ, അങ്ങനെ പറഞ്ഞ. ഓക്കെ പഠിക്കുകയാണോ? പഠിത്തം കഴിഞ്ഞു. ഇപ്പം ഒരു മൊബൈലിന്റെ ട്രെയിനിങ് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഏതാണ് നമ്പർ ചേട്ടൻ സെലക്ട് ചെയ്തേ? നമ്പർ 12. ഓക്കെ, 12 അല്ലേ? 12 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. 12 ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. 12 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഓക്കെ സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം വാട്സപ്പിലും ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ. സോ ചേട്ടനോട് പറഞ്ഞ പോലെ തന്നെ വിളിച്ച് കിട്ടാത്തവരെല്ലാവരും വാട്സപ്പിൽ ട്രൈ ചെയ്യണം. കാര്യം വാട്സപ്പും നമുക്ക് സ്വർണം കിട്ടാനുള്ള മറ്റൊരു വഴിയാണ്. അപ്പോൾ അത് മിസ് ചെയ്യരുത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോളിലൂടെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പോലും വാട്സപ്പിലൂടെയും നമ്മൾ മിക്കവാറും ഒക്കെ വിന്നേഴ്സിനെ എടുക്കാറുണ്ട്. സോ അതും അയക്കുക. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? അശ്വതി. എവിടുന്നാ വിളിക്കുന്നേ? കാഞ്ഞിരമറ്റം. ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത് അശ്വതി? വീട്ടിലാരൊക്കെ ഉള്ളത്? എന്തോ? ഹസ്ബൻഡും കൊച്ചും. തൃപ്പൂണി തറയെന്നാണ് വിളിക്കുന്നത് അല്ലേ? എന്താ ചെയ്യുന്ന അശ്വതി? ഞാൻ ഹൗസ് വൈഫ് ആണ്. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തോ? നമ്പർ 25. 25. ഓക്കെ, 25 ഗോൾഡ് ഉണ്ടോ നോക്കാം. കാര്യം 25 കണ്ടാലും സെലക്ട് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. 25 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. സോ കിട്ടിയിട്ടില്ല, അശ്വതിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏത് ബോക്സുകളിലൊക്കെ ആയിരിക്കും ഉള്ളത്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പോയിരിക്കുന്നത് ആ 20 റോയിലാണ് അല്ലേ? 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40s-ലും 50s-ലും ഒക്കെ കുറച്ച് പോയിട്ടുണ്ട്, 60s-ലും ഒക്കെ പോയിട്ടുണ്ട് അല്ലേ? മൂന്ന് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏത് നമ്പറിലാണുള്ളത് എന്നുള്ളത് അറിയില്ല. നിങ്ങൾ വിളിച്ച് ചൂസ് ചെയ്താൽ മാത്രമേ അറിയൂ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ചൂസ് ചെയ്യാൻ. കാര്യം നമ്മൾ അത്രയും ഫുള്ളായിട്ട് ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ ധാരാണ്? എന്റെ പേര് നിബു കോശി, പന്തളം പത്തനംതിട്ട, അയ്യപ്പ കോവിലിന്റെ അടുത്ത്. ഓക്കെ, പന്തളം പത്തനംതിട്ട അല്ലേ? ഒന്നും കൂടെ പേര് പറയോ? ലിബു കോശി അല്ലേ? അതെ. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാൻ ഇപ്പൊ ഫാമിംഗ് ചെയ്യുന്നു. പിന്നെ ഇന്ത്യൻ ആർമിന്ന് ചെയ്തിട്ട് വന്നതാ. റിട്ടയർ ആയതാണോ? എക്സർസൈസ്. അതെ. ഓക്കെ. ഫാമിംഗ് എന്താ ചെയ്യുന്നേ? 3 പശുവുണ്ട്, പിന്നെ 2 ആടുണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ?
അതോ എന്താന്ന് സ്വന്തമായിട്ടാണ്? ഞാനും മമ്മിയും മമ്മിയും കൂടെ ചെയ്യും അല്ലേ? ഉണ്ട്. പിന്നെ പപ്പ മരിച്ചുപോയി. സിസ്റ്റർ വെളിയിലാണ്. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ? ചേച്ചി 11. 11 അല്ലേ? 1111. 11ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. ഓക്കെ, താങ്ക് യു, ബൈ. വെൽക്കം. ഓക്കെ, ടാറ്റാ. സോ ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇനി ഏതിലാണ് ഗോൾഡ് ഉള്ളത് എന്നൊരു ഐഡിയ ഇല്ല, എനിക്കും ഒരു ഐഡിയ ഇല്ല. കുറച്ച് ബോക്സുകളിലുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസം അങ്ങനെയാണ്, കുറച്ച് പതുക്കെയൊക്കെ ഗോൾഡ് ഉള്ള ബോക്സിലോട്ട് എത്തത്തുള്ളൂ. ചില ദിവസം ആദ്യമേ കിട്ടി എന്ന് വരും. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പതുക്കെ കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം, ചിലപ്പോൾ അടുത്ത കോളറിന് തന്നെ കിട്ടി എന്ന് വരും. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ ഹലോ, ഇതാരാണ്? ബൈജു. ബൈജു, ഓക്കെ. ബൈജു എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂരിന്ന്. തൃശ്ശൂരിന്ന്. ഓക്കെ, എന്താ ചെയ്യുന്ന ബൈജു? ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിലായിരിക്കും ഉള്ളത്? വീട്ടില് വൈഫുണ്ട്, 2 മക്കളുണ്ട്. ആ, ഓക്കെ. മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? രണ്ടാളും പഠിക്കുകയാണ്. രണ്ടാളും പഠിക്കുകയാണ്. കൊച്ചു ക്ലാസ്സിലാണോ? എത്രാം ക്ലാസ്സിലൊക്കെയാ? അവര് ഡിപ്ലോമ എത്തി. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തേ? നമ്പർ 52. 52. 52. ഓക്കെ, 52ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. 52 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടുന്ന നമുക്ക് വിചാരിക്കാം. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് നമ്മൾ തുറന്നു. എന്നാൽ ഇനിയും ഒരുപാട് നമ്പേഴ്സ് തുറക്കാനും ഉണ്ട്. എന്തായാലും നെക്സ്റ്റ് കോളർ ആണോ വിന്നറിന് നമുക്ക് നോക്കാം. ഹലോ, ഹായ്, ഇതാരാണ്? ഹെലൻ. എവിടുന്നാ വിളിക്കുന്നത് ഹെലൻ? എവിടുന്നാ? അയ്യോ, ഒന്നും കൂടെ പറയോ? കാർഷിക കോളേജ്. ഓക്കെ, വെള്ളായണിയാണോ? വെള്ളായണി കാർഷിക കോളേജ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹെലൻ എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്പർ സെലക്ട് ചെയ്തോ ചേച്ചി? ഏതാണ്? 50. 50 അല്ലേ? ഓക്കെ, 50 അങ്ങ് അറ്റ ഇരിപ്പുണ്ട്. ഇനി 50ലാണോ ഗോൾഡ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓപ്പൺ ആക്കി നോക്കാം. ലെറ്റ്സ് സീ. 50 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് വിചാരിക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്. ടാറ്റാ. 50ലും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏത് നമ്പറിലാണ് ഉള്ളത്? സോ ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് തുറന്നിരിക്കുന്ന ഒരു റോ 30s ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 20s കുറേ നമ്പേഴ്സ് പോയി അല്ലേ? ഇനിയുള്ളത് ബാക്കി കുറേ നമ്പേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയോ ഉണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിച്ച് വിളിക്കുക. നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ഞാൻ ഹരിദാസാണ്, തിരുവനന്തപുരത്ത് നിന്ന്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ചേട്ടനല്ലേ? അല്ല. ഓക്കെ, ഇത് വേറെ ആളാണ് അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ അപ്പോൾസറി വർക്കാണ്, ആട്ടയുടെ. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് മോളുണ്ട്, വൈഫുണ്ട്. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തു. ഏതാണ്? 61 അല്ലേ? 61. ഓക്കെ, 61ലാണോ ഇനി ഗോൾഡ് എന്ന് നമുക്ക് നോക്കിക്കളയാം. സോ 61 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ വാട്സപ്പിലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ബൈ. സോ യെസ്, ഇന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിരിക്കും വിന്നറിനെയൊക്കെ കിട്ടാൻ പോകുന്നതെന്ന്. കാര്യം അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നമ്പേഴ്സ് ഇനി ഓപ്പൺ ആക്കാനുണ്ട്. വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇതുവരെ ആർക്കും കിട്ടിയില്ലല്ലോ എന്നൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഓരോ ദിവസം ഓരോ പോലെയാണ്. ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കുറേ പേര് വരിക,
ചിലപ്പോൾ ആദ്യമേ കിട്ടിയെന്ന് വരും. അത് ആ ദിവസം ആ ഒരു എപ്പിസോഡിൻ്റെ ലക്ക് എന്നൊക്കെ പറയാം. അതുപോലെ വിളിക്കുന്നവരുടെയും ലക്കും എല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് അന്നത്തെ ദിവസത്തെ ഒരു വിന്നേഴ്സിനെ നമുക്ക് കിട്ടുന്നത്. സോ ഇന്നത്തെ വിന്നേഴ്സ് കുറച്ചിങ്ങനെ പതുക്കെയാണ് വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ഹായ്, ഇതാരാണ്? സൂരജ്. എവിടുന്നാ വിളിക്കുന്നത് സൂരജ്? എവിടുന്നാ? ഓക്കെ, പള്ളിക്കര. ഓക്കെ. സൂരജ് എത്രാം ക്ലാസ്സിലാ സൂരജ്? 8. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാട്ടോ സൂരജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂരജ് എന്നുള്ള പേര്. കാര്യം എന്റെ അനിയന്റെ പേര് സൂരജ് എന്നാണ്. അപ്പൊ ഞാനാണ് അവന് പേരിട്ടത് സൂരജ് എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര്. ഓക്കെ, അപ്പൊ സൂരജ് 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ഇന്ന് എന്താണ് ഞായറാഴ്ച പരിപാടി? പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞോ? ഹോംവർക്ക് എഴുതാറില്ല? കഴിഞ്ഞൊന്നും തോന്നുന്നില്ല. അതുപോലൊന്നും അല്ല, കോൺഫിഡൻസ് ഇല്ല പറയാൻ. ഇനി വേണം ബുക്ക് തുറക്കാൻ അല്ലേ? സൂരജ് എന്ന് പേരുള്ളവരുടെ എല്ലാരും ഇങ്ങനെ കേട്ടോ. ഏതാണ് നമ്പർ? 41 അല്ലേ? 41. ഓക്കെ, 41-ല് സൂരജിന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 41 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. സൂരജിന് ഗോൾഡ്. നെഹി സാരമില്ല, സൂരജിന് നെക്സ്റ്റ് ടൈം കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിളിക്കണം സൂരജ് കുട്ടൻ. ഇനി ഒരുപാട് നമ്പേഴ്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്പർ തുറക്കാതെ കിടക്കുന്നതായിട്ട് 30s തോന്നുന്നത്. 30-ൽ 31 പോയി, പക്ഷെ 32 തൊട്ട് 40 വരെ തുറന്നിട്ടേ ഇല്ല. ഒരൊറ്റ നമ്പർ മാത്രമേ ആ റോയിൽ പോയിട്ടുള്ളൂ. സോ യെസ്, ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് വൈസായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബർത്ത്ഡേ, ആനിവേഴ്സറി ഡേ, നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ, അല്ലെങ്കിൽ വൈഫിൻ്റെ ബർത്ത്ഡേ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്ന് ആ നമ്പറിന് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണം കിട്ടും. സോ നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ, ഹായ്, ഇതാരാണ്? ഞാൻ അനില, കോട്ടയം പുതുപ്പള്ളി. ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ ചേച്ചി? ഓക്കെ, ഞാൻ മാറി നിൽക്കാം. ഓക്കെ, അതാണ്. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാന് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുക. ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് 2 മക്കള്, 2 പെൺപിള്ളേരായിരുന്നു. അവരെ 2പേരെയും കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഹസ്ബൻഡ് പെയിന്റിങ് ജോലിയാണ്. മക്കളൊക്കെ ദൂരെയാണോ? ഒരാളെ കൊമരവും കല്യാണം കഴിച്ചു, ഒരാളെ ഇടുക്കി. ഓക്കെ. സോ ഏതാണ് ചേച്ചി നമ്പർ? 36. ഓക്കെ, 36-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, 36-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ ചേച്ചി. സാരമില്ല. താങ്ക് യു സോ മച്ച്, ബൈ. എന്തായാലും 36 ഗോൾഡ് ഇല്ല. എൻ്റെ വിഷമം അങ്ങ് മാറി കിട്ടി. 31 to 40 വരെ ഉള്ളതിൽ വളരെ കുറച്ചേ തുറന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എങ്കിൽ ശരി 36 തുറന്നേക്കാന്ന് പറഞ്ഞ് തുറന്ന് 2 ബോക്സ് എന്തായാലും ആ ഒരു റോയിൽ തുറന്നിട്ടുണ്ട്. പക്ഷെ ഗോൾഡ് കിട്ടിയില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് വിചാരിക്കാം. സോ കുറേ നമ്പേഴ്സ് ഇനി ബാക്കിയുണ്ട്. അതൊക്കെ വൈസായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിലും അയക്കുക. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? 8086014443 എന്ന നമ്പറാണ്. പിന്നെ വാട്സപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് 12:45 വരെ ഉള്ളൂ. നിങ്ങൾക്ക് 1 o'clock വരെ വാട്സപ്പിൽ അയക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അയച്ചോളൂ. സമയം കഴിയുന്നതിന് മുന്നേ അയക്കുക. സമയം കഴിഞ്ഞിട്ട് അയച്ചിട്ട് കാര്യമില്ല. ഈ ഒരു എക്സ്ട്രാ 15 minutes വാട്സപ്പിന് എന്താണ് ബാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ചെയ്യണം അതിലെ വിന്നേഴ്സിനെ. അതിനാണ്. പക്ഷെ കോള് 1 o'clock വരെ നമുക്ക് പറ്റും. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? ഗ്രേസി. ആഹാ, ഗ്രേസി എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂര്. ആഹാ, വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടില് ഹസ്ബൻഡ്, മകൻ, മകന്റെ ഭാര്യ, 2 മക്കള്. 2 മകളുള്ളത് കല്യാണം കഴിച്ചു കൊടുത്തു. ആഹാ, കൊച്ചുമക്കളൊക്കെ എത്രയായി?
കൊച്ചുമക്കള് 5 പേരായി. മോന് 2 മക്കള്, മകൾക്ക് 3 മക്കള്. ആഹാ, ഓ അടിപൊളി. അപ്പൊ മകള് ദൂരെയാണോ അതോ അടുത്ത് തന്നെയാണോ കല്യാണം കഴിപ്പിച്ചിട്ടേക്കുന്നത്? തൃശ്ശൂര് തന്നെ. തൃശ്ശൂര് തന്നെയാണ്. അപ്പൊ എപ്പോഴൊക്കെയാ വരുന്നത് ആ കൊച്ചുമക്കള്? എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങളില് വരും. ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? എന്തായാലും നമ്മുടെ വാട്സ്ആപ്പ് എത്രയാണ്? 21. ഓക്കെ 21 എന്തായാലും നമുക്ക് തുറക്കാം. അതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകരോടാണ് വാട്സപ്പിന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വാട്സപ്പിൽ അയച്ചിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്വർണം വേണമെന്നുണ്ടെങ്കിൽ ഇനി കോളിലൂടെ പങ്കെടുക്കാം. ഓക്കെ, എന്തായാലും ചേച്ചി പറഞ്ഞു 21 നമുക്ക് ഓപ്പൺ ആക്കാം. 21-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ ചേച്ചി, ഇല്ല കേട്ടോ. ഓക്കെ താങ്ക് യു ചേച്ചി, ബൈ. സോ 21-ലും ഗോൾഡ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത്രയും നേരമായിട്ട് തുറന്നിട്ട് നമുക്ക് വിന്നേഴ്സിന് കിട്ടിയില്ല അല്ലേ? ഇന്നത്തെ വിന്നേഴ്സ് എല്ലാം കൂടെ ലാസ്റ്റാണ് വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഗെസ്. അത് ഇനി വാട്സപ്പിലൂടെയാണോ ഫുൾ വിന്നേഴ്സും വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. എന്തായാലും ഇപ്പോൾ ഇതുവരെ നോക്കുമ്പോൾ കുറേ നമ്പേഴ്സ് തുറന്നു, എന്നാലും കുറേ നമ്പേഴ്സ് നമുക്ക് തുറക്കാനുണ്ട് അല്ലേ? കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് നമുക്കിനി ഓപ്പൺ ആക്കി പോവാം. അപ്പോൾ കൂടുതൽ എന്താ പറയുക, കോളിലൂടെയും വിന്നേഴ്സ് വരാനുള്ള ചാൻസ് അപ്പോൾ കൂടും. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് നമുക്ക് പോകാം അല്ലേ? ഹലോ ഇതാരാ? നവനീത. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന നവനീത ബേബി അല്ലേ ഇത്? ഹലോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള നവനീത കുട്ടിയല്ലേ ഇത്? തിരുവനന്തപുരം. നവനീത പഠിച്ചു വെച്ച് തിരുവനന്തപുരമാണ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാ ബേബി കുട്ടി? ബേബി എത്രാം ക്ലാസ്സിലാ? പോയോ നവനീത എന്ന് പേരും പറഞ്ഞു, സ്ഥലവും പറഞ്ഞു തിരുവനന്തപുരം എന്ന്. എന്നിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നവനീത ഉണ്ടായിരുന്നോ? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുവാ നവനീതേ. നവനീത എത്രാം ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിലായിട്ടാണോ സ്മാർട്ടായിട്ട് സംസാരിക്കാതെ മിണ്ടാണ്ടിരിക്കുന്നേ? നവനീത നമ്പറൊക്കെ ചൂസ് ചെയ്തോ? ഏതാണ് നമ്പർ? ഏതാണ്? 62 അല്ലേ? 62. ആരാ പറഞ്ഞു തന്നെ 62 പറയാൻ? ചുമ്മാ പറഞ്ഞു. നമുക്ക് നോക്കാം നവനീത കുട്ടിക്ക് 62-ൽ ഗോൾഡ് ഉണ്ടോന്നേ നോക്കുവാണേ. ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. 62 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല ബേബി കുട്ടി, ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണേ. ടാറ്റാ. കൊച്ചുകുട്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും അല്ലേ, ഒരു എനർജി വരും. എന്തായാലും നവനീതയുടെ സൗണ്ട് കേട്ടാലും അങ്ങനെയാണ്. നല്ല ക്യൂട്ട് സൗണ്ടാണ് നവനീതയുടെ. പക്ഷെ നവനീതയ്ക്ക് ഗോൾഡ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ആർക്കാണ് ഗോൾഡ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. നെക്സ്റ്റ് കോളറിന് കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനിയിപ്പോൾ വാട്സപ്പിൽ അയക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കോൾ തന്നെ മാക്സിമം ട്രൈ ചെയ്യുക കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കൂടെ ഉള്ളൂ. ആ സമയത്തിനകം നമുക്ക് ലക്കൊന്ന് പരീക്ഷിച്ച് കളയാം. കുറേ നമ്പേഴ്സ് ബാക്കിയുണ്ട് ഇനിയും ഓപ്പൺ ആക്കാൻ അല്ലേ? എന്നത്തെക്കാളും കുറച്ച് കൂടുതൽ നമ്പേഴ്സ് ബാക്കിയുണ്ട് ഓപ്പൺ ആക്കാൻ എനിക്കിന്ന് ഫീൽ ചെയ്യുന്നു. ശരിക്കും ഫസ്റ്റ് റോയിൽ ഒരുപാടുണ്ട്, തേർഡ് റോയിൽ ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ നമസ്കാരം, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സ്നേഹ. അതെ. എവിടുന്നാ വിളിക്കുന്നത് സ്നേഹ? കൊട്ടൈക്കാട്. ഓക്കെ, ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അത്? തൃശ്ശൂര്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ള സ്നേഹയുടെ? അച്ഛനമ്മ, അനിയത്തി. ഓക്കെ, എന്താ ചെയ്യുന്ന സ്നേഹ? ഞാൻ പഠിക്കുക, ഡിപ്ലോമ പഠിക്കുന്നു. ഓക്കെ, സോ നമ്പർ സെലക്ട് ചെയ്തോ? ചെയ്തു. ഏതാണ്? 54. 54-54-ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ സ്നേഹയ്ക്കെന്ന് നോക്കാം. സ്നേഹത്തോട് തുറക്കാൻ പറയുന്ന 54 നമുക്ക് തുറക്കാം. സോ തുറക്കുമ്പോൾ അയ്യോ ഇല്ല, സാരമില്ല കേട്ടോ. ഓക്കെ താങ്ക് യു, ബൈ. സോ 54-ൽ ഗോൾഡ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അത് പെട്ടെന്ന് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് തുറക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ പിന്നെ വാട്സപ്പിലൂടെ എങ്കിലും വിന്നേഴ്സ് കിട്ടും എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. സോ യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റോയിൽ കുറേ ഉണ്ട്, 30 ആ റോയിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ഏത് നമ്പറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, ആരാണിത്?
ഹലോ, ഹായ്. എന്താണ്? സാജൻ വൈക്കം. സാജൻ വൈക്കം. ഓക്കെ ഓക്കെ ഓക്കെ. സാജൻ വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നേ? ഞാൻ ബിസിനസ് ആണ്. എന്തിന്റെയാണ്? മത്സ്യവ്യാപാരം. എന്തോ? മത്സ്യവ്യാപാരം. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? എനിക്ക് 2 ആൺപിള്ളേര്, ഭാര്യ, 2 പേരും ഡോക്ടർമാരാ. മക്കളോ? മക്കള് 2 പേരും ഡോക്ടറാണ്. അതെ. ഒരാളുടെ കല്യാണവും കഴിഞ്ഞു. ഓ, അതും ഡോക്ടറാ. മോളും ഡോക്ടറാ. മോനും മോളും ആണോ? അല്ല, 2 ആൺപിള്ളേരാണ്. അല്ല, ഒരാളുടെ കല്യാണം കഴിഞ്ഞു. മരുമകളും ഡോക്ടറാ. ഓ, എനിക്ക് വയ്യ. ഡോക്ടേഴ്സ് 3 പേരും കോഴിക്കോടാണ്. 3 പേരും കോഴിക്കോടാണ്. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. സോ ഏതാണ് ചേട്ടാ നമ്പർ? മൂത്തയാള് പീഡിയാട്രീഷ്യൻ. എന്താ? മൂത്തയാള് പീഡിയാട്രീഷ്യൻ. രണ്ടാമത്തെ ആള് ഓർത്തോ. മരുമകള് ഓർത്തോ. MBBS മാത്രമേ ഉള്ളൂ. ഉണ്ട്. ഓക്കെ ഓക്കെ, അടിപൊളി. എന്തായാലും വീട്ടിൽ തന്നെ 63 നമ്പർ. എന്തോ? ഏതാണ്? 63. 63. ഓക്കെ, 63ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 63 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ, ഇല്ല കേട്ടോ ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ചേട്ടനും ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആർക്കാണ് ഗോൾഡ് കിട്ടാൻ പോകുന്നത് ഇന്നത്തെ ദിവസം, അല്ലേ? ഇനിയിപ്പോൾ നെക്സ്റ്റ് കോളറിന് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കുറേ നമ്പേഴ്സ് പക്ഷേ ഓപ്പൺ ആക്കാനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. നമ്മൾ ഫാസ്റ്റ് ആയില്ലേ ഓപ്പൺ ആക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാട് നിന്ന്. പേരെന്താണ്? രാധ അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? മാത്രം. ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ പേര് രാധാകൃഷ്ണൻ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ അല്ലേ ചേച്ചിയും ചേട്ടനും? പേര് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു, രാധയും രാധാകൃഷ്ണനും. ഓക്കെ ചേച്ചി, ഏതാണ് നമ്പർ? 19 അല്ലേ? 19ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. 19 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഇതിനു മുന്നേ ചേച്ചിക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ? എന്റെ ബർത്ത്ഡേ അതുകൊണ്ടാണ് നമ്പർ പറഞ്ഞത്. അടിപൊളി. അപ്പൊ ഭാഗ്യ ദിവസമാണ് കേട്ടോ. ഇതിനു മുന്നേ ചേച്ചിക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഞാനപ്പോ വിളിച്ചപ്പോ കിട്ടിയതാണ് എനിക്ക്. ഇന്ന് ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. എന്റെ അടിപൊളി ബർത്ത്ഡേ ആണ്. സ്വർണ്ണമൊക്കെ കിട്ടി സമ്മാനമായിട്ട്. നല്ലൊരു വർഷമാണ് അപ്പൊ ചേച്ചിക്ക് ഇത്, അല്ലേ? ഈ ഒരു വർഷം തന്നെ, ഒരു ഇയർ തന്നെ അടിപൊളിയാണ് ചേച്ചിക്ക്. അപ്പൊ ഇതിനു മുന്നേ ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കേൾക്കുന്നുണ്ടോ ചേച്ചി? ഇതിനു മുന്നേ ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ? ഇതിനു മുന്നേ ഇതുപോലെ ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള വിന്നർ ആണ് നമ്മുടെ. അടിപൊളി. മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തവണ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഇതുപോലെ ട്രൈ ചെയ്യണം. ഒന്നും കൂടെ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഓക്കെ ചേച്ചി, ബൈ. എന്തായാലും നമ്മുടെ അടിപൊളി, നമ്മുടെ ലാസ്റ്റ് കോളറിന് തന്നെ വിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു സന്തോഷം. കാര്യം കോളറിലൂടെ നമുക്കൊരു വിന്നറിനെ കിട്ടാത്തപ്പോൾ ഭയങ്കര വിഷമമാണ്. എന്തായാലും ലാസ്റ്റ് കോളറിന് ഒരു വിന്നർ ആവാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിലൂടെയാണ് വിന്നേഴ്സ് വരാൻ പോകുന്നത്. 2 വിന്നേഴ്സ് വാട്സപ്പിലൂടെ ഉണ്ട്. അപ്പം ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് അനിൽ കുമാർ ആണ്. അനിൽ കുമാർ പറഞ്ഞിരിക്കുന്ന നമ്പർ 69 ആണ്. 69 നമുക്ക് ഓപ്പൺ ആക്കി ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്നാണ് അനിൽകുമാർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. 69ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ ഇനി അടുത്ത വാട്സപ്പ് വിന്നർ അൻസൻ ആണ് നമ്മുടെ നെക്സ്റ്റ് വിന്നർ. ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഏതാണ് നമ്പർ എന്നറിയണ്ടേ? 37 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. ശരിക്കും 36 ഒരാൾ തുറന്നു, പക്ഷെ 37 തുറന്നില്ല. നമുക്ക് നോക്കിക്കളയാം. 37 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്.
അടിപൊളി. അങ്ങനെ നമുക്ക് 3 വിന്നേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. ഒരാൾ കോളിലൂടെയും 2 പേര് വാട്സപ്പിലൂടെയാണ് ഇന്നത്തെ ദിവസം വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വിന്നേഴ്സ് ആയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് സൺഡേ ഇതുപോലെ തന്നെ വിളിച്ച് സ്വർണം നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ കിട്ടാത്തവർക്ക് എല്ലാവർക്കും നെക്സ്റ്റ് സൺഡേക്ക് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്.